നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. ടൗൺഷിപ്പിന് മാർച്ച് 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും. ടൗൺഷിപ്പിന് മാർച്ച് 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. റവന്യൂ മന്ത്രി കെ രാജനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നിയമസഭയെ അറിയിച്ചത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ദുരന്തം നടന്ന് 8 മാസമായിട്ടും തറക്കല്ല് പോലും ഇട്ടില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് ക്രൂരമായ സമീപനമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. യുവതിയോട് മോശമായി പെരുമാറി 2 പേർ അറസ്റ്റിൽ. പോലീസിന് നേരെയും ആക്രമണം. കൊച്ചിയിൽ യുവതിയോട് മോശമായി പെരുമാറിയ 2 പേർ അറസ്റ്റിൽ. അബ്ദുൾ ഹക്കീം, അൻസാർ എന്നിവരാണ് പിടിയിലായത്. ക്യൂൻസ് വാക്വേയിൽ വെച്ചായിരുന്നു സംഭവം. പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി ഇവർ പോലീസ് ജീപ്പിന്റെ ചില്ലും അടിച്ചു തകർത്തു. ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം ഇൻഫോസിസിന് സമീപം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു. കുളത്തൂർ കോരാളംകുഴിയിൽ ഗീതുഭവനിൽ രാകേഷിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് കത്തിനശിച്ചത്. ഇന്നോവ ക്രിസ്റ്റ കാറും 2 സ്കൂട്ടറും റോയൽ എൻഫീൽഡ് ബുള്ളറ്റും സൈക്കിളും കത്തിനശിച്ചു. രാവിലെ പൊട്ടിത്തെറി ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. വീടിന് മുന്നിൽ വലിയ തീ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ കത്തുന്നത് കണ്ടത്. അപ്പോഴേക്കും സ്കൂട്ടറുകൾ പൂർണ്ണമായും കത്തിയിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കാർ ഉടൻ തന്നെ പുറത്തേക്ക് മാറ്റി. തുടർന്ന് കഴക്കൂട്ടം ഫയർഫോഴ്സിലും തുമ്പ സ്റ്റേഷനിലും വിവരം അറിയിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചപ്പോഴേക്കും ബുള്ളറ്റും പൂർണ്ണമായും കാർ ഭാഗികമായും കത്തിയിരുന്നു. പുറത്തുനിന്നാരോ തീയിട്ടതാണ് എന്നാണ് പോലീസ് നിഗമനം. കൊല്ലത്ത് ദേവാലയ വളപ്പിൽ ഒരു സ്യൂട്ട് കേസ്. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അസ്ഥികൂടം. അന്വേഷണം ആരംഭിച്ച പോലീസ്. ഇന്ന് രാവിലെയാണ് ശാരദാമഠം CSI ദേവാലയത്തോട് ചേർന്നുള്ള സെമിത്തേരിയിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. പൊതു റോഡിന് സമീപത്താണ് അസ്ഥികൂടം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി പരിശോധന തുടങ്ങി. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ മറ്റു വിവരങ്ങൾ പുറത്തുവരൂ. ഇടുക്കിയിൽ 105 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ആലപ്പുഴ സ്വദേശി പിടിയിൽ. കമ്പമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാവ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ ലഭിച്ചതെന്ന് യുവാവ് പോലീസിനോട് സമ്മതിച്ചു. ആലപ്പുഴ വണ്ടാനം സ്വദേശി അഷ്കറാണ് പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും.